കണ്ടതിനേക്കാൾ എത്ര സുന്ദരിയായിരിക്കും. ഒന്ന് ചാടി നോക്കിയാലോ? എത്തില്ല എത്തില്ല എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ പണ്ട് മുന്തിരിത്തോപ്പിലെ കുറുക്കൻ ചാടിയത്. ഒന്ന് ചുമ്മാ ചാടി നോക്കാം. ഹലോ ഗീതു, എങ്ങനെ മനസ്സിലായിന്നല്ലേ? ഫോട്ടോ കണ്ടിരുന്നു. എന്താ അയാളുടെ പേര്? ആ കല്യാണ ബ്രോക്കറുടെ, ആ വെളുത്ത് നീണ്ട് മണ്ടൻ ലുക്കുള്ള ഒരു ബഫൂൺ, ആ ഗണപതി. പ്രപ്പോസലുമായി അയാൾ ഓഫീസിൽ വന്നിരുന്നു. 10ൽ 10 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞ് ദിനവും എന്നെ ഒന്ന് ശല്യം ചെയ്യും. കമ്മീഷനാണ് അയാൾക്ക് ആവശ്യം. എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയതുകൊണ്ട് ഗ്രേഡ് നോക്കി വില പേശാലോ. സത്യത്തിൽ ഈ ബ്രോക്കർ ത്രൂ ഉള്ള മാരേജിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ ഗണപതിയും ഇഡിയറ്റാണവൻ. അതുകൊണ്ട് ഈതുട്ടിയെ നേരിൽ കണ്ട് സമ്മതം മൂളണമെന്ന് എനിക്കൊരു വാശി. ഇതാ നിമിത്തം പോലെ ഇപ്പൊ കണ്ടു. ഇനി ഒരു സത്യം പറയാൻ എന്താണെന്നറിയില്ല, ഈതുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏറ്റില്ല. മുന്തിരിത്തോപ്പിലെ കുറുക്കം പോലും പലവട്ടം ചാടിയിട്ടല്ലേ തിരിച്ചു പോയത്. ഒന്നുകൂടി ചാടി നോക്കിയാലോ? സത്യം പറഞ്ഞ ഫോട്ടോയിൽ കണ്ട രൂപം എനിക്ക് ഇഷ്ടമായില്ല. ഒരുമാതിരി കുടിവെള്ളം നിറച്ചു വെച്ച പ്ലാസ്റ്റിക് പാവ പോലെ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും മുഖത്തെ ഈ കോപം, കാട്ടുചോലയിലെ തെളിനീര് മാതിരി. താങ്ക്സ്. ഒറിജിനലാണോടോ? ഞാനെല്ലാം ഉണ്ടാക്കി. വെറുതെ ഇരിക്കുമ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കേ. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോ ശരിക്കും തുടച്ചു വെച്ചോ. അതെന്റെ പണിയല്ല. അപ്പനെ വിളിച്ചോണ്ടോ? 2 പാക്കറ്റ് പാല്. 2 പാക്കറ്റ് പാല് കൊടുത്തേ. കൊടുക്കാൻ പോയല്ലേ? എന്താ കുട്ടിക്ക് പാല് കിട്ടിയില്ലേ? അല്ല, 100 രൂപയാണോ തന്നത് എന്നൊരു സംശയം. ഈ കുട്ടി 2 പാക്കറ്റ് പാലിന്റെ പൈസ തന്നുള്ളൂ. അതെ. ഓ ബടായ നക്കരവാല്. അല്ല, എന്തുട്ടാ കുട്ടി പറഞ്ഞേ? ചക്കരയുള്ള പാലാന്ന്. അയ്യോ, കുറെ നേരം സ്റ്റൗവിന്റെ അടുത്തുനിന്ന് കരിയണു. കുറച്ചേരം ഇവിടെ കയറി റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ഇവിടെ നിൽക്കടാ. പോരാ എന്നടാ. ബ്യൂട്ടിഫുൾ. ഹലോ, ഒടുവിൽ ടൂത്ത് ബ്രഷ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചല്ലേ? നല്ല കാര്യം. 2-3 ദിവസമായി മെനക്കെട്ട് നടക്കുന്നു. മനോഹരമായി ഈ ചുണ്ടിൽ നിന്നും ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ. അത് പോവാലം തന്നെ. പരവശനായി വന്ന് ഒരു ഗ്ലാസ് കുടിവെള്ളം ചോദിച്ചാൽ ദാഹിക്കുമ്പോഴല്ലേ അത് കൊടുക്കേണ്ടത്? കുടിക്കാൻ ചോദിച്ചത് പിന്നെ കുളിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെയാണ് പ്രേമത്തിന്റെയും കാര്യം. ദാഹിച്ചു വലഞ്ഞവന് പളങ്ക് പാത്രത്തിൽ കിട്ടുന്ന കുടിനീര്. അതാണ് ഈ ചുണ്ടിൽ നിന്നും മറുപടി രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? സംസാരിക്കുന്നതിന് നികുതിയൊന്നും കൊടുക്കണ്ട. അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ചളവാവും. ആൾക്കാർ വരുന്നുണ്ടെന്ന്. എന്താ എന്താ സംസാരിക്കാൻ വയ്യാതെ ചേച്ചോടികൾ എന്തൊക്കെയോ ചോദിക്കുന്നു. കൈയും കോപ്പിട്ടോട്ട് കാര്യമായില്ല. കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. പാവൊരു ഊമ പെൺകുട്ടിയല്ലോ. അയ്യോ ബ്രദേഴ്സ്, ഇവൾ ഊമയല്ല. എനിക്കറിയാവുന്നതാണ്. എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കരുത്. ഇതിവളുടെ അഭിനയമാണ്. ഇവൾ ഊമയല്ല. പലമ്പനി പിടിച്ച് വയ്യാണ്ടായതാ. 7 വർഷം എന്റെ ചേച്ചി സംസാരിച്ചിട്ട്. പച്ചക്കള്ളം.
ഗീതു എന്നായി കുട്ടിയുടെ പേര്. ഹിന്ദിയും മലയാളവും ഒക്കെ നല്ല മണി മണി പോലെ സംസാരിക്കും. സംശയം ഉണ്ടെങ്കിൽ വനിതാ പോലീസിനെ വിളിച്ച് പരിശോധിക്കാം. അപ്പൊ അറിയാം. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്ക്. പോലീസാ? എന്റെ വിശ്വാസം വരണില്ലേ സാറേ? സാറിനെ കളിയാക്കണ്. ഇവൻ തന്നെ പോവാനൻ. പെമ്പിള്ളാരെ ശല്യം ചെയ്യുന്നോ കേരള വണ്ടിയിലും? ഓഹോ, അപ്പൊ അത്രയിടം വരെയായല്ലേ? സർ, ഞാൻ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്കിലും ആ ഉദ്യോഗത്തിന്റെ പദവി നോക്കാതെ ഞാൻ കീഴടങ്ങാം. ഒരു മിനിറ്റ് എനിക്ക് തരണം. എന്റെ സഹോദരി സഹോദരന്മാരോടായി ഒരു സത്യം ഞാൻ ഇനി തുറന്നു പറയാം. ശരിയാണ്, ഈ കുട്ടി ഊമയാണ്. അതിലുപരി എന്റെ ഭാര്യ ഊമയാണെന്നറിഞ്ഞിട്ടും വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ ഇവളെ കല്യാണം കഴിച്ചു. ഒടുവിൽ ഇവൾ പ്രസവിച്ചു. പിറന്നു വീണ കുഞ്ഞ് ഊമയാണെന്നറിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയും ഇവൾ ഉപേക്ഷിച്ചു. എങ്കിലും എന്റെ ഗീതുട്ടി ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അഥവാ ഞാൻ ലോക്കപ്പ് മരണത്തിനിരയായാൽ എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ അവകാശി ഗീതുട്ടി തന്നെ ആയിരിക്കും. അതിന് മാറ്റമില്ല. എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ, പ്ലീസ്. ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ഊമയാണ്, സംസാരിക്കില്ല. പോകാം. പാൽക്കാരന്റെ ഒരു പ്രശ്നം കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ വേറൊന്നുകൂടി. ബോംബെ അല്ലത്, നാടാണെന്നുള്ള വിചാരം ഉണ്ടായാൽ മതി. പ്രായമായ പെണ്ണല്ലേ നീ? കുറച്ചൊക്കെ അടങ്ങി നിന്നാലെന്താ? ആ പുത്തൂസ് എന്ന് പോലീസിനെ വിളിച്ചോണ്ട് വരുമെന്ന് ഞങ്ങൾ കരുതിയോ? ഡാഡി മുത്തശ്ശനും അറിഞ്ഞ പിന്നെ അത് മതി. ഹലോ. ഞാൻ തന്നെ ലോക്കപ്പിലായിരുന്നു. ഇപ്പൊ ജാമ്യത്തിലിറങ്ങി. ലോക്കപ്പിൽ വെച്ച് ഞാനൊരു തീരുമാനത്തിലെത്തി. ഇനി തന്നെ സ്വന്തമാക്കിയേ അടങ്ങുള്ളൂ. പോലീസല്ല, പട്ടാളത്തെ അണിനിർത്തിയാലും ഞാൻ നേരിടും. Because you are so dear and near to my heart. ഗതിയില്ലാത്ത ഒരു അഗതിയാണ് ഈ മുടൻ തന്നെ. റോഡ് ക്രോസ് ചെയ്യാൻ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഊമയ്ക്ക് മുടന്തൻ കൂട്ട് നല്ല ചേർച്ചല്ലേ? കുതറല്ലേ കുതറല്ലേ. കുതറിയാൽ ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീഴും. ട്രാഫിക് ബ്ലോക്ക് ആവും. ഒരു പാവം മുടന്തനെ ഒരുമ്പെട്ട് ഒരു പെണ്ണ് തള്ളി താഴെ ഇട്ടെന്ന് ഞാൻ വിളിച്ചു പോവും. മുടന്തന്റെ ഭാഗത്തെ നാട്ടുകാർ നിൽക്കൂ. എങ്ങനെയുണ്ട്? വേഷം കെട്ടാൻ ഞാനും അത്ര പുറകിലല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ആണിന്റെ ജന്മമായി പോയില്ലേ. പിശാചുക്കൾ പല രൂപത്തിലും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇനി പല കോലത്തിലും എന്നെ പ്രതീക്ഷിക്കും. യു ഹാവ് ബ്യൂട്ടിഫുൾ ഐസ്. ഐ ലവ് യുവർ ഐസ്. സോ ഐ ലവ് യു. ധൈര്യമായി ഐ ടു ലവ് യു എന്ന് പറഞ്ഞോളൂ. ഓ, ബ്രെഡ് പറഞ്ഞു. നിൽക്കുന്ന ഫോൺ വരയിൽ കെട്ടിയ ഒരു കങ്കാരു. മുടന്തനാണെങ്കിൽ എന്തൊരു രൂപസാദൃശ്യം, ഇരട്ടകളെ പോലെ. ആരാന്നൊന്ന് പോയി ഹലോ, ഗുഡ് മോർണിംഗ്. ആരാടാ ബ്രോക്കർ? വെക്കടാ ഫോൺ. ബ്രോക്കർ ബ്രോക്കർ. അയ്യോ, പോയല്ലോ. ചാടിച്ചാവൻ വേറെ ഒരു വാഹനം കണ്ടില്ലേ? എന്താ ധരിച്ചിരിക്കുന്നേ? ആരെന്നാ വിചാരം? അതെ, ബോംബെ ഗുണ്ടായസത്തിനൊന്നും ഞാനില്ല. എനിക്കൊന്നും ഇഷ്ടമാണെന്ന് ഞാനൊന്ന് പറഞ്ഞു. അതിന് എനിക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. ഇനി എന്നെ കൊണ്ട് തല്ലോളാൻ വയ്യ. ഒന്ന് മറിക്ക് 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 മറിക്ക്. ഇല്ല, ഈ വൃത്തിയായിട്ട മോന്ത നോക്കി എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട്. എങ്കിൽ തന്നെ അറിയും. ആഹാ, എന്നാലും ഒന്ന് കാണാലോ. ये बिना पूंछ वाला बंदर मुझे बहुत पसंद है. ഒരുമാതിരി മറ്റേ ഭാഷ പറഞ്ഞ ആളെ കളിയാക്കരുത് കേട്ടോ. ധൈര്യമുണ്ട് മലയാളത്തിൽ പറയും. കുടിച്ച് രണ്ടെണ്ണം ഞാനും പറയാം. മലയാളത്തിൽ പറയാം. ഇയാൾ എന്താ ചെയ്യാൻ നോക്കട്ടെ. ബാലില്ലാത്ത ഈ കുരങ്ങനെ എനിക്ക് ഇഷ്ടം.
ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു അല്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. എന്നെ എന്തിനിങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം തോന്നിയതൊരു കൗതുകം, പിന്നെ അതൊരു വാശിയായി, ഇപ്പോ അതൊരാവശ്യമായി തോന്നുന്നു. അന്ന് പോലീസ് പിടിച്ച വൈരാഗ്യത്തിനാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് എന്നെ വെറുതെ വിടൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മെനക്കെട്ട് ശല്യം ചെയ്യുന്നത് ഇതുവിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചിലപ്പോ ചത്തു കളഞ്ഞാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. പറയാനെല്ലാം ഉണ്ട്. 5 അക്ക ശമ്പളം, മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്നൊരു പോസ്റ്റ്. പക്ഷെ വേണ്ടത് മാത്രമില്ല, കൂട്ടിനൊരാൾ. ആർക്കും ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഇപ്പോഴും ആനയെ കാണുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. കുട്ടിക്കാലത്തൊരിക്കൽ ആനയുടെ ചിത്രം കണ്ട് ശാഠ്യം പിടിച്ച് ഞാൻ കരഞ്ഞു. വൈകുന്നേരമായപ്പോൾ മുറ്റത്തൊരു കൊമ്പനാനയുടെ കൊലവിളി കേട്ട് ഞാൻ ഞെട്ടി. പുറത്ത് എന്ന് നോക്കിയപ്പോൾ ജീവനുള്ള ഒരു കൊമ്പനാനയെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അച്ഛൻ മകന് കളിക്കാൻ. പോലോത്ത കുട്ടി, ഒരു കുറവുമില്ലാതെയാ വളർന്നത്. ജോലിക്ക് പോണത് തന്നെ തറവാട്ടിൽ കുറച്ചിലായിരുന്നു. ഓർക്കാനിപ്പോ അതല്ല, ഓർമ്മകൾ മാത്രം. അന്യം നിന്ന് തറവാട്ടിന്റെ അവസാനത്തെ കണ്ണിയായി ഞാനും എന്റെ നിഴലും മാത്രം. സോറി, ഒരു ദുസ്വപ്നം പോലെ വെറുതെ വേണ്ടാത്തത് എന്തൊക്കെയോ ഓർത്തുപോയി. പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി, പടം നയിച്ചോ കൊടും തപസ് ചെയ്തോ നേടാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, പെണ്ണിന്റെ മനസ്സ്. അതാർക്കാണെന്ന് അവൾ തന്നെ നിശ്ചയിക്കണം. ഒരു യുഗം വേണ്ട, അതിനൊരു നിമിഷം മതി. മുൻ ജന്മശാപമോ മറ്റോ ആകാം, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ ഗീതുവിനെ ശല്യപ്പെടുത്തില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് എന്ന് ഞാൻ പറയും എന്ന് മാത്രം ഗീതു കരുതരുത്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. കാരണം എനിക്ക് പോകാൻ മറ്റൊരിടമില്ല. ഇല്ല, നളിനാട്ടിന് ആള് തെറ്റിയതാവും. ഞാൻ കോളേജ് ഗേറ്റിൽ പതുങ്ങി നിന്ന് അവരെ പിടിച്ചേ. വരുന്നു കോളേജ് കുമാരി. എടി, കാലത്ത് ആരുടെ സ്കൂട്ടറിന്റെ പുറത്താണ് നീ കോളേജിൽ പോയത്? എന്താ ഭാനുമതി വന്ന് കയറിയ ഉടനെ കുട്ടിയുടെ മെക്കിട്ട് കയറുന്നേ? മോളിങ് വന്നേ. ഇല്ല, ഡാഡി വിശ്വസിക്കില്ല. മറ്റാരെക്കാളും എന്റെ മക്കളെ എനിക്കറിയാം. എന്ത് മോളെ? എനിക്ക് അയാളെ ഇഷ്ടമാണ് ഡാഡി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. തൃപ്തിയായല്ലോ. അവളുടെ വാഗുണ്ട് തന്നെ അത് കേട്ടല്ലോ. പെണ്ണിനെ പെണ്ണായിട്ട് തന്നെ പോറ്റിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു. 3 ഇതിലായിരുന്നു ഒരു പ്രതീക്ഷ, അതും പോയി. ഒക്കെ ഞാൻ അറിഞ്ഞു. കാമുകനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാ, ഒന്നും പേടിക്കാനില്ല. ഓ, അപ്പൊ കല്യാണാലോചന കഴിഞ്ഞു. ഈ പ്രേമം കുട്ടികൾ അകത്തോട്ട് പൊക്കോളൂ. മടി. സാറേ, ഈ പ്രേമം റബ്ബർ പന്ത് പോലെയാണ്. എതിർക്കും തോറും പൂർവാധികം ശക്തിയിൽ തിരിച്ചടിക്കും. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഈ പ്രായത്തിന്റെ ചാബല്യത്തിൽ അവർ അരുതാത്തത് വല്ലതും ചെയ്താലേ അമ്പാട്ടുകാരുമായിട്ട് ഉറപ്പിച്ച കല്യാണം മുടങ്ങും. ഇനി നാട്ടുകാരെ അറിയിച്ച് നാറ്റിക്കാത്ത നയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പേടിക്കണ്ട, എല്ലാം മംഗളമായി ഗണപതി ഡീൽ ചെയ്തോളാം. പാൽക്കാരൻ എന്നൊരു കുറവേ അവനുള്ളൂ. തൊഴിൽ നോക്കി നമ്മൾ ആരെയും നിസ്സാരനായിട്ട് കാണരുത്. ഉദാഹരണത്തിന് ഞാൻ സമൂഹത്തിൽ എന്റെ സ്ഥാനം, എന്റെ സ്വാധീനം, എന്റെ വരുമാനം. ഗീതൂട്ടി എവിടെ? ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. അവളുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. മൂത്തതിനെ നിർത്തിയിട്ട് വേണ്ട, നിർത്തണ്ട. നമുക്ക് അതും കൂടി ഈ കൂട്ടത്തിൽ നടത്തിക്കളെ. അപ്പൊ ചെറുക്കൻ പിന്നെ ആരാന്ന് വെച്ചാ പറയൂ ഗണപതി. അത് അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് സെറ്റിൽ ആവട്ടെ. അല്ല, അറിയാൻ പാടില്ലെന്ന് ചോദിക്കാം. താൻ ഇവിടുത്തെ തറവാട്ട് കാരണവരോ അല്ല കല്യാണ ബ്രോക്കറോ? താൻ എപ്പോ വന്നു? ഞാൻ 1/1/71 വന്നു. ഓഹോ, പണ്ട് മഹാരാജാക്കന്മാർ അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് കാവലായി ചില പ്രത്യേക വർഗക്കാരെ നിയമിച്ചിരുന്നു. ആണും പെണ്ണും കെട്ട നപുംസകങ്ങളെ. ഇവിടത്തെ സേവനം തൽക്കാലം മതിയാക്കി ശിഖണ്ണിക്ക് പോകാം. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ നമുക്കിത് നടത്തണം. അവര് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മളായിട്ട് തടസ്സം നിന്നിട്ട് എന്താ കാര്യം? കുടുംബക്കാർ വന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മതി മതി, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. ഭാനുമതി, ഗണപതിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. കഴിക്കാനും എന്തെങ്കിലും വേണം. ആയിക്കോട്ടെ. അവളെവിടെ? രാധു. രാധു മോളെ,
ഗണപതിക്ക് കുറച്ച് അവലും ശർക്കര ഉരുട്ടി തരും അത് പോയി വിഴുങ്ങ് വിഴുങ്ങി ആ, പോ. കാണാം. ആ മൂക്കും കൂടി ഇങ്ങോട്ട് നീണ്ടാൽ സാക്ഷാൽ ഗണപതി. കുടുംബക്കാരെ പുറത്തും കുതിരക്കാരനകത്തായി ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ഒന്നിനാണെങ്കിൽ മൂപ്പ് പോരാ, മൂത്തേനെങ്കിലും തട്ടിയെടുത്ത പറ്റൂ.